ഉദാഹരണത്തിന് അൻവറിനെ മുന്നണിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് സി പി എമ്മിനെ തെറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണ്. സി പി എം ആണെങ്കിൽ സ്വീകരിക്കുമായിരുന്നു അല്ലെ? UDF എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അന്നത്തെ KPCC പ്രസിഡന്റ് മറ്റേ കെ സുധാകരൻ അല്ലെ, പഴയ പ്രസിഡന്റ്, ഇദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു. പക്ഷെ സതീശൻ അവിടെ ഒരു ശക്തമായ നിലപാടെടുത്തു. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുക്കുന്നത്. അപ്പൊ അത്തരം ചില സംഗതികളെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞത്. കാര്യം അതല്ലെങ്കിൽ ഞാൻ അത് അദ്ദേഹത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്തതല്ല. അപ്പോ ഈ ചുറ്റുമുള്ള കോൺഗ്രസ് പോലൊരു മൊത്തത്തിൽ എല്ലാവർക്കും ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം പോലൊരു സംഘടനയ്ക്കകത്ത് ഇദ്ദേഹം ഒറ്റപ്പെട്ടു പോകില്ലേ? മറ്റുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. പക്ഷെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പക്ഷേങ്കിൽ അതല്ലായിരുന്നുവെങ്കിൽ, ഈ VD സതീശൻ കുറച്ച് അയവ് വരുത്തിയില്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കിട്ടില്ലായിരുന്നു. കാര്യം VD സതീശന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികളെല്ലാം നന്നായിട്ട് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ എങ്കിലും സമ്മർദ്ദത്തിന് അദ്ദേഹത്തിന് തയ്യാറാകേണ്ടി വന്നു. അപ്പൊ അത് തീർച്ചയായും പൂർണ്ണമായിട്ടും അങ്ങനെ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ സതീശൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന് നമ്മൾ ഒരു പൊതുസമൂഹം എന്ന നിലയിൽ, അത് ഏത് രാഷ്ട്രീയ കക്ഷിയിലാണെങ്കിലും അതിനെ നമ്മൾ അംഗീകരിക്കുകയും ശ്ലാഘിക്കുകയും വേണമെന്നാണ്. അതോടൊപ്പം ചേർത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നതോടുകൂടി അഡ്രസ് ഇല്ലാതെ കിടന്ന I ഗ്രൂപ്പ് വീണ്ടും തലപൊക്കുന്നു. അതിന്റെ സൂചനകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രമേശ് ചെന്നിത്തലയിൽ നിന്ന് മുന്നോട്ട് വരുന്നുണ്ട്. ആ തരത്തിലൊരു വടി, അതായത് സതീശൻ, അപ്പൊ നമ്മൾ പരസ്യമായി പറയുകയാണെങ്കിൽ സതീശനെതിരെ അടിക്കാൻ കഴിയുന്ന ഒരു വടിയായി രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വിഷയം എത്തിപ്പെട്ടു. അത് നല്ലപോലെ ഉപയോഗിക്കുന്നില്ല. ഇതിലൂടെ ഐക്യൊരു അപ്രമാദിത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന ചെന്നിത്തലയുടെ വിചാരം ശരിയാണോ? അല്ല, ചെന്നിത്തല ഈ ഒരു ചെറിയൊരു ഗ്യാപ്പില് ഇപ്പൊ നമ്മൾ കളം പിടിച്ചു എന്നുള്ള സത്യമാണ്. ഉദാഹരണത്തിന് KC വേണുഗോപാലിനെ പിന്നിലാക്കി, VD സതീശനെ പിന്നിലാക്കി, ഇപ്പൊ ചെന്നിത്തലയാണ് മുമ്പിൽ നിൽക്കുന്നത്. അതൊരു ഫാക്റ്റാണ്. മാത്രമല്ല, അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് തുടക്കം പോലെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സതീശനോടൊപ്പം തന്നെ ബോധ്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു സംഗതിയാണ് ഇപ്പൊ കോൺഗ്രസിൽ നടക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ പിണറായി വിജയന്റെ ഈ മറവി എന്ന് പറയുന്ന സംഗതി, ഇതെല്ലാം യഥാർത്ഥത്തില് CPM-നാണ് ഗുണം ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പം ചെന്നിത്തലയും സതീശനും KC വേണുഗോപാലും ഇതെല്ലാം CPM-ന്റെ PR ഏജൻസി പ്ലാൻ ചെയ്യണ വാർത്തകൾക്ക് പുറകെ ഇവിടുത്തെ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അതെ, കാരണം ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു പരാജയം കൂടിയാണ് കേട്ടോ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളും മറ്റ് സോഷ്യൽ മാധ്യമം എന്നുള്ള വ്യത്യാസമുണ്ട്. കാരണം സോഷ്യൽ മാധ്യമം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊരു മുഖ്യധാര വലിയൊരു പുതിയൊരു എമർജിങ് മീഡിയ ആണ്, സംശയമില്ലാത്ത കാര്യം. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യക്തികളാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്കെല്ലാം സംവിധാനങ്ങളുണ്ട്. ഒരിടത്തൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അത് പോയി അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച്, അതിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പോയി അന്വേഷിച്ച് അത് ഷൂട്ട് ചെയ്യുകയോ അല്ലെ കളക്ട് ചെയ്യുകയോ തിരിച്ചു കൊണ്ടുവരികയും പോളിസിയുണ്ട്. എഡിറ്റോറിയൽ പോളിസിയുണ്ട്, എഡിറ്റോറിയൽ സംവിധാനമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോഴും പ്രസക്തമായിട്ട് നിൽക്കുന്നത്. അവർക്ക് റിസോഴ്സസ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ സിസ്റ്റം ചെയ്യുന്നത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? സോഷ്യൽ മീഡിയ വേറൊരു പാത്തിലൂടെയാണ് പോകുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു സമൂഹത്തിന്റെ സ്വഭാവത്തിലൂടെയാണ് സോഷ്യൽ മീഡിയ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ചിലയിടത്തൊന്ന് തെറിവിളി, പണ്ട് ചന്തയിൽ തെറിവിളിയാണ്, പക്ഷെ ഇപ്പൊ ചന്തയിൽ തെറിവിളിയില്ല, സോഷ്യൽ മീഡിയയിലാണ് തെറിവിളിയല്ല. അപ്പൊ ആ ഒരു സൊസൈറ്റിയുടെ സ്വഭാവത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയ പോകുന്നത്. നമ്മൾ അവിടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സമൂഹത്തിനെ നേരിട്ട് നമ്മൾ കാണുക ചെയ്യും. അവിടെയാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ റോള് വരുന്നത്. പക്ഷെ ആ റോള് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഈ മാധ്യമ പ്രവർത്തനം അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ. അതിൽ ഒരു സംശയമുള്ളത്, ഈ പണ്ട് രണ്ടാം മോദി സർക്കാർ വന്നതിന് ശേഷം പറയുമായിരുന്നു ഈ അർണബ് ഗോസ്വാമിയൊക്കെ വിഴുങ്ങിയല്ലോ, അതേപോലെ ദേശീയ മാധ്യമങ്ങളെ BJP NDA വിഴുങ്ങുന്നത്. കേരളത്തിൽ ഇപ്പോൾ CPM അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ഇവിടുത്തെ മാധ്യമങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? എനിക്ക് തോന്നുന്നില്ല സാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ അവരൊരു സിംഗിൾ അജണ്ടയിൽ വർക്ക് ചെയ്യുകയാണ്. കാരണം മാധ്യമപ്രവർത്തനമല്ല അവരുടെ ലക്ഷ്യം. മാധ്യമപ്രവർത്തനം ഉപയോഗിച്ചിട്ട്
എങ്ങനെ റേറ്റിംഗ് കൂട്ടാം ചാനലുകൾ. ഒരു മമതയില്ല ആരുമായിട്ട്, ഒരു മമതയും ഇല്ല. എങ്ങനെ റേറ്റിംഗ് കൂട്ടാം? അപ്പൊ ഉദാഹരണത്തിന് BJP അധ്യക്ഷന്റെ ചാനലാണ് ഏഷ്യാനെറ്റ്. പക്ഷെ അവര് ഏറ്റവും കൂടുതൽ പിന്നെ ഈ ചർച്ചകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു CPM-ന് അപജയം സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാരണയിലാണ് അവര്. CJP ഇല്ലേ, ഒരു ഇടതുപക്ഷത്തിന്റെ സ്വരം പോലെയാണ് ഏഷ്യാനെറ്റ് റൺ ചെയ്യുന്നത്. അപ്പൊ അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ താല്പര്യങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ വരും. ഇപ്പൊ ചില വാർത്തകൾ കൊടുക്കുന്നതിനകത്തൊക്കെ സ്വാഭാവികമായിട്ടും അതിപ്പോ നമുക്ക് കുറ്റം പറയാം. ഒരു 15% അദ്ദേഹത്തിന് വെച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ 85% ഫ്രീഡം ഏഷ്യാനെറ്റിലെ ജേർണലിസ്റ്റുകൾക്കുണ്ട്. പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല. അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. അപ്പൊ അവരത് ക്രിയേറ്റീവായിട്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സ്ഥിരം കുറെ 4-5 മുഖങ്ങളെ വിളിച്ചു വരുത്തുന്നു, ചർച്ച ചെയ്യുന്നു. ഏഷ്യാനെറ്റിന്റെ ചർച്ചയുടെ ഏറ്റവും വലിയൊരു ഒരു പോരായ്മ എന്ന് പറയുന്നത് അവർ ഏഷ്യാനെറ്റിലെ ചർച്ചയ്ക്ക് വരുന്ന ഈ പാനലിസ്റ്റുകളിലെ ഓരോ പാനലിസ്റ്റുകളും സംസാരിക്കുന്നതിന് മുൻപ് അവരെന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് കാണികൾക്ക് അറിയാൻ പറ്റും. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പരാജയം. സ്ഥിരം മുഖങ്ങളാണ്. അപ്പൊ സ്ഥിരം മുഖങ്ങളാണ്. സ്ഥിരം വന്നിട്ട് ഒരു CPM-നെ ഒരു ആക്രമിക്കുക, പിണറായി വിജയനെ ആക്രമിക്കുക. അപ്പൊ അതിനാണ് കൂടുതൽ പ്രേക്ഷകർ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സ്വർണ്ണക്കൊള്ളയാണ് ട്രെൻഡിങ് ടോപ്പിക്. സ്വർണ്ണക്കൊള്ളയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരേ വിഷയം തന്നെയാണ്, ഒരേ സംഗതികൾ തന്നെയാണ് എല്ലാ ദിവസവും അവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറുന്ന കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. ആ അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പൊ ഈ 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഈ ടെക്നോളജി മാറിയതുപോലെ അറിയുന്നില്ല സാധനം, അല്ലേ? അപ്പൊ അതിന്റെ ഒരു മാധ്യമ പ്രവർത്തനം വശമില്ലാത്തതിന്റെയും അതേസമയം അവരുടെ കയ്യിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏറ്റവും നൂതനവുമാണ്, അല്ലേ? അപ്പൊ ആ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നൂതനമായ സൂക്ഷ്മ ബുദ്ധിയും പ്രവർത്തനം അല്ലെങ്കിൽ തങ്ങളുടെ പ്രൊഫഷനെ കുറിച്ചുള്ള അറിവും വേണം. ഇതില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ രാഷ്ട്രീയക്കാർക്ക് മാധ്യമപ്രവർത്തനോടൊപ്പം പഴയ ഉണ്ടായിരുന്ന ബഹുമാനമില്ല. അതെ, അതിലേക്കാണ് സാർ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു 80-90 കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം എടുത്ത് നോക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഞാനൊക്കെ മാധ്യമ പ്രവർത്തനം ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം, ഞാനൊക്കെ റീസെന്റ് ആയിട്ട് ഒരു 6-8 വർഷത്തിൽ വന്നതാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന്റെ ബൈറ്റ് ഡെസ്കിന് അല്ലെങ്കിൽ എഡിറ്റോറിയൽ നിർബന്ധമാണ്. കാത്ത് കെട്ടിക്കിടക്കണം എവിടെയെങ്കിലും ചെന്ന് പുള്ളിനെ. പണ്ടെന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയക്കാരനും തമ്മിൽ അല്ലെങ്കിൽ ഒരു നേതാവും തമ്മിൽ ഒരു പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു. അത് ഈ കാലത്തില്ല, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പുറകെ നടക്കുന്നത് ആ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ മാധ്യമപ്രവർത്തനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സിനിമാക്കാരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ഇങ്ങനെ അലയുകയാണ് അവരുടെ പുറകെ. ആ ഒരു വില നഷ്ടപ്പെട്ടു. മാധ്യമ പ്രവർത്തനം ഡെമോക്രസിയുടെ 4th പില്ലർ എന്ന് പറയുന്ന സാധനത്തെ വക്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. അതായത് മുൻപൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം ഫിക്സ് ചെയ്യുമെന്ന് തന്നെ ചോദിക്കും എന്താണ് വിഷയം. ആ വിഷയം ചോദിച്ചാൽ അവർ പ്രിപ്പയർഡ് ആയിരിക്കും. കാര്യം നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്തും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടേ പോവുള്ളൂ. ആ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയേണ്ടി വരില്ല. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. ഇന്നിപ്പോ മറ്റവൻ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, എന്താ പറയുന്നത്? അടിസ്ഥാനരഹിതം. ഇത്രയും കൂടുതൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം, അടിസ്ഥാനരഹിതം. ലോകത്തിലുള്ള ഏറ്റവും വലിയ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം, ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കും, 10 തവണ അടുപ്പിച്ചു പറയും. എന്നിട്ട് വീണ്ടും ഈ ചാനലുകാർ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താണ് പറയാനുള്ളത്? മാത്രമല്ല ഏറ്റവും വലിയ ആഭാസകരം നമുക്ക് തോന്നുന്ന സാധനം, ഒരു കോടതി ശിക്ഷിച്ചിട്ട് പോകുന്ന ഒരു കുറ്റവാളിയുടെ അടുത്തേക്ക് മയക്കിക്കൊണ്ടിരിക്കും. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? അല്ലെ? ഒരു കോമൺ സെൻസ് ആലോചിച്ച് നോക്കുക. ഒരു കുറ്റവാളി ഒരു കൊലക്കുറ്റത്തിന് ഒരു പ്രതിയെ ശിക്ഷിക്കുന്നു, എന്നിട്ട് കോടതി ഇത്രയും ദീർഘമായ ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് തെളിവുകൾ ശ്രദ്ധിച്ചു, വാദപ്രതിവാദങ്ങൾ കേട്ടു, ഇതെല്ലാം ജഡ്ജി പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം ചിലപ്പോൾ മാസങ്ങൾ നീണ്ട ഒരു പ്രക്രിയയ്ക്ക് ശേഷം വിധി എഴുതുന്നു. എന്നിട്ട് വിധി എഴുതി ശിക്ഷിക്കുന്നു ഇയാളെ. പെട്ടെന്ന് ജീപ്പിനടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇടിച്ചു കയറി ഈ കുറ്റവാളിയുടെ അടുത്ത്. അതിനവർ പറയുന്ന ന്യായം കുറ്റവാളിയാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 19 പരിധിയിൽ വരുന്നതാണ്, അതുകൊണ്ടാണ് റെസ്പോൺസ് എടുക്കുന്നത്. റീസണബിൾ റെസ്ട്രിക്ഷൻ. അതെ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് റീസണബിൾ ആയിരിക്കണം. ഉദാഹരണത്തിന് ഇന്ത്യൻ ജുഡീഷ്യറി, ഇപ്പം ഒരു ജുഡീഷ്യറിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. ജുഡീഷ്യറി കണ്ടെത്തി ഇയാൾ കുറ്റവാളിയാണെന്ന്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അയാൾ തൊട്ടുള്ള അപ്പലേറ്റ് കോർട്ടിൽ മുകളിലുള്ള കോടതിയിൽ പോയിട്ട് അയാളത് വാങ്ങിക്കണം.
ഇതിനിടയ്ക്ക് യാതൊരു റോളും ഇല്ല. അതെ. അപ്പൊ നമ്മൾ ജുഡീഷ്യറി റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ മീഡിയ? അവിടെ കുറ്റവാളിയാണെങ്കിലും അത് കുറ്റവാളിയായി കഴിഞ്ഞു, പിന്നെ വേറൊന്നും ചോദിക്കാനില്ല അയാളുടെ. അയാൾക്ക് അയാളുടെ പ്രശ്നം ഉണ്ടാവും, ഇല്ലേ? അപ്പൊ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മീഡിയക്ക് കെവിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എന്താ പറയാ ബഹുമാന്യത. അതെ, സാർ അത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് പതുങ്ങിയിരുന്നു. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എന്റെ ഒരു നിരീക്ഷണം സാറോട് പങ്കുവയ്ക്കാം. ഈ കേരളത്തിലെ മീഡിയ, അതായത് ഒറ്റക്കിട്ട് ആക്രമിക്കുന്നതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതല്ലേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഫിഡൻസ് വെച്ചിട്ട് ഒരു കാര്യം വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട്. സാർ നേരത്തെ പറഞ്ഞു പാർട്ടികളോട് മമതയില്ല, ഒരു വിഷയത്തെ പിടിച്ച് റേറ്റിംഗ് കുതിപ്പ് നേടുക എന്ന് മാത്രമേ ഉള്ളൂ. പല സമയത്തുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബോഡി ലാംഗ്വേജ്, റിപ്പോർട്ടർമാരെ അങ്ങോട്ട് പോയി ചൊറിയുക. അപ്പൊ ഇതിനെതിരെ സാറിന് അറിയാലോ, അതായത് മാധ്യമപ്രവർത്തകർ ഞാനോ സാറോ ഒക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനുള്ള നമ്മൾ അങ്ങോട്ട് പോയൊരു സാധനം അങ്ങോട്ട് ചൊറിയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ലൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കണ്ടെത്തിക്കൊണ്ട് വരും എവിടെ ആയാലും. അത് ഈ ഒരു വർഗത്തിന്റെ ഗുണമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചൊറിഞ്ഞു വാങ്ങിച്ചൊരു പണിയല്ലേ മാധ്യമങ്ങളായിരിക്കില്ലേ ഇതിന് പിന്നിലെല്ലാം തന്നെ? സംശയം എന്താ കാര്യം അതിനകത്ത് ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു വാർത്ത, ഇപ്പൊ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രശ്നം, നമ്മൾ ഈ ചാനലുകളിലൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് അപമാനം തോന്നും പല സന്ദർഭങ്ങളിലും. ഈ ഭിക്ഷാന്തഹികളെ പോലെയാണ് പിന്നാലെ ഓടുന്നത്. അതെ അതെ. എന്തെങ്കിലും ഒരു ദാരിദ്ര്യമുള്ളവരുടെ ഒരു യാചനയുടെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു യാചനാഭാവത്തിലാണ് അവർ പലരെയും സമീപിക്കുന്നത്. ഒരു വാക്ക് പറയൂ, ഇപ്പൊ പറയാനില്ല എന്ന് പറഞ്ഞാൽ പോലും വീണ്ടും ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വി ഡി സതീശനൊക്കെ അദ്ദേഹം ചിലപ്പം പറയാറുണ്ട്, ഞാൻ ഇന്നതിനെ കുറിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല, വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അവിടെ വെച്ച് പിൻവാങ്ങി പോവുകയല്ലേ വേണ്ടത്, അല്ലേ? അപ്പൊ അതിന് നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല സാധനം. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തനത്തിന് പിന്നെ പരിചയമില്ല, പരിചയിപ്പിക്കാനുള്ള ശേഷിയുള്ളവരുണ്ടാവുന്നില്ല, നേതൃത്വമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എഡിറ്റേഴ്സ് എന്നുള്ള സംഗതി ഇല്ലല്ലോ. ഒരു മാധ്യമത്തിന് ഏറ്റവും അടിയന്തരമായിട്ടുള്ള സംഗതി വേണ്ടത് എഡിറ്റർ എന്നുള്ള ഒരു സംഗതിയാണ്. കാരണം ആ എഡിറ്ററുടെ അടിസ്ഥാനത്തിലിരിക്കുക ആ മാധ്യമത്തിന്റെ കംപ്ലീറ്റ് മുന്നോട്ട് പോക്കും, അതിന്റെ ഓരോ സ്വരങ്ങളും. ഇപ്പൊ നമ്മളിപ്പം വിശേഷം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ സ്വരത്തിന്റെ ടോൺ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബോഡി ലാംഗ്വേജ്, ടോൺ, ജസ്റ്റർ, എക്സ്പ്രഷൻ, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം അതിസൂക്ഷ്മമായിട്ട് നോക്കി ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പം പ്രിന്റ് മീഡിയയിലാണെങ്കിൽ ഒരു റിപ്പോർട്ടർ ഒരു വാർത്ത എഴുതി കഴിഞ്ഞാൽ 5-6 കൈകൾ മാറി മറിഞ്ഞിട്ടാണ് ലാസ്റ്റിലാണ് പ്രസ്സിലേക്ക് പോകുന്നത്. പ്രസ്സിലേക്ക് പോയിട്ട് വീണ്ടും പ്രൂഫിലേക്ക് പോകുന്നുണ്ട്, പ്രൂഫ് വായിക്കുന്നുണ്ട്, ഇങ്ങനെ പോയിട്ട് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഇതല്ല, അവിടെയും ഒരു റിപ്പോർട്ടർ എഴുത്തിലൂടെ എന്തെങ്കിലും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വെട്ടിയാണ് എത്തുന്നത്. അതെ, ഇതല്ല, ഇത് ഇൻസ്റ്റന്റ് ആയിട്ടാണ്. അതാത് നിമിഷത്തില് ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു റിപ്പോർട്ടറുടെയും എഡിറ്ററുടെയും ജോലിയാണ് ഒരു ഫീൽഡിലുള്ള റിപ്പോർട്ടർ നിർവഹിക്കേണ്ടി വരുന്നത്. പക്ഷെ അപ്പൊ എത്രമാത്രം ട്രെയിനിങ് വേണം, ആ ട്രെയിനിങ് തീരെ ഇല്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോന്ന വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ പിണറായി വിജയൻ ഈ അൾഷൈമേഴ്സിന്റെ ഒരു കാരണം പോലും നമ്മളുടെ ഇവിടുത്തെ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയാണ്. കാരണം ഈ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഈ പിണറായി വിജയന്റെ അടുത്ത് പോയിന്റ് ഫോക്കസ്ഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പിണറായി വിജയനെ കുറിച്ചിട്ട് പത്മകുമാറിന്റെ ചോദ്യം ചോദിച്ചു, അദ്ദേഹം അതിന് മറുപടി പകുതി പറഞ്ഞിട്ട് വേറൊരു ചോദ്യം അതിലേക്ക് പോയി. തിരിച്ച് വീണ്ടും പത്മകുമാറിന്റെ ആ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കാൻ ഷാറ്റേഡ് ആവുന്നു. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഒരു കൃത്യമായ ഒരു മറുപടി എന്തുകൊണ്ടാണ് പത്മകുമാറിനെതിരെ പാർട്ടി ഇപ്പോഴും അതിലൊരു നടപടിയിലേക്ക് നീങ്ങാത്തത്? എന്തുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഇതിൽ വന്ന നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത് എന്താണ്? അതോ ഇനി പത്മകുമാർ ഇപ്പോഴും പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസമാണോ? അതോ പാർട്ടിയുടെ നിലപാട് മാറ്റിയോ? അതായത് കോടതി കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ എല്ലാ കാലഘട്ടങ്ങളിലും ഈ മറ്റുള്ള പാർട്ടികൾക്കാരെ എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം ഈ പറഞ്ഞ ആരോപണം വരുന്നുടനെ തന്നെ രാജിവെക്കാൻ പറയുക അല്ലേ? ആ നിലപാട് മാറ്റിയോ ഇല്ലയോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ സംവാദമാവുകയും പിണറായി വിജയൻ ബോധപൂർവം മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞും മറവിയിലേക്ക് ഇടാൻ ശ്രമിച്ചു സമയം കിട്ടാതെ അതെ അദ്ദേഹത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാവില്ല. പക്ഷെ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസരം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ആൾക്കാർ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അനുകൂലമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു,
അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആ വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു.